ഹലോ, ഞാൻ ജസ്ന. വെൽക്കം ബാക്ക് ടു ലെസറ്റ് ലിമോൺ. ക്രീപ്പ് പേപ്പർ വെച്ചുണ്ടാക്കുന്ന റോസ് ഫ്ലവറിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന്. ഇതാണ് ക്രീപ്പ് പേപ്പർ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് റോസ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന വയർ വേണം, അതുപോലെ തന്നെ നൂലും വേണം. പേപ്പർ ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളർ മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പെറ്റൽ എടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം, ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഭാഗം നമുക്ക് ഈ ടൂത്ത് പിക്ക് വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ടൂത്ത് പിക്ക് മാറ്റുമ്പോൾ നമുക്കിതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പെറ്റൽ പോലെ തന്നെ നമുക്കിത് കിട്ടും. ഞാനതുപോലെ എല്ലാ പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ വയർ എടുത്ത് മുകൾ ഭാഗം ഒന്ന് ചെറുതായി വളച്ചു കൊടുത്ത് ഇതുപോലെ ഒരു ഹൂപ്പാക്കി എടുക്കാം. ഇനി നമ്മുടെ ഓരോ പെറ്റൽസും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഫ്ലവറിൻ്റെ ആ സെൻറ്റർ പോർഷൻ പോലെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓരോ പെറ്റൽസും വെക്കുമ്പോൾ നമ്മൾ നൂല് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. വൈറ്റ് പെറ്റൽസ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ പെറ്റൽസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി. നമുക്കിനി ഇതിൻ്റെ വയർ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. നൂല് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ മുഴുവനായും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്രീൻ ടേപ്പ് വെച്ച് അതിൻ്റെ വയറൊക്കെ നമ്മൾ ഫുള്ളായി കവർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലീവ്സ് ഉണ്ടാക്കാം. ലീവ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളറിൻ്റെ ക്രീപ്പ് പേപ്പർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ചെയ്തെടുത്ത 3 ലീവ്സാണിത്. ഇനി നമുക്ക് ഫ്ലവർ സ്റ്റെമ്മുമായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ റോസ്. ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതെല്ലാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലാണ്. ഞാൻ ഈ ബോട്ടിലാണ് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.